Hello dear students. Next topic from second module is the method overloading. നമുക്കറിയാം മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേം നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു മെത്തേഡ് ഓവർലോഡിങ്ങിനെ കുറിച്ച് അല്ലേ. മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്? യെസ്, പോളിമോർഫിസം. ഓക്കെ, സോ മെത്തേഡ് ഓവർലോഡിങ്. ഈ ഓവർലോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, വാട്ട് ഈസ് ദ വേർഡ് മീനിങ് ഓഫ് ഓവർലോഡിങ്? ഓവർലോഡിങ് മീൻസ് എന്താണ്? ഒരു ഓവർലോഡഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് തന്നെ വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കുക. അങ്ങനെ എന്ത് ചെയ്യും? ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ വിൽ ബി ഓവർലോഡഡ്. അതേപോലെ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മെത്തേഡിനെ കൊണ്ട് കുറേ വർക്ക് കൊടുക്കുക. സോ ആ മെത്തേഡ് എന്ത് ചെയ്യും? ഓവർലോഡായി പോകും. മനസ്സിലായോ? അതാണ് മെത്തേഡ് ഓവർലോഡിങ്. എന്താണ് ഈ വർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു മെത്തേഡിനെ കൊണ്ട് ഒരു മെത്തേഡ്, സപ്പോസ് സം എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഫോർ എക്സാമ്പിൾ int sum of int a, int b. ഈ മെത്തേഡിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the work is to find the sum of two numbers. Okay, find the sum of two numbers, that is a plus b. Again ഞാൻ ഒരു മെത്തേഡും കൂടെ കൊടുക്കുന്നു with the same name sum. അതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ is to find the sum of three numbers. So that is a plus b plus c. Another ഒരു മെത്തേഡ് ഞാൻ കൊടുക്കുന്നു. That is float. Okay, float. But this another method definition. Another method സമ്മിൻ്റെ വേറൊരു ഡെഫിനേഷൻ ഞാൻ കൊടുക്കുന്നു. float a, float b. Okay, that is to return the sum of two numbers, but return the sum of two floating point numbers. ഇവിടെയാണെങ്കിൽ to return the sum of two integer numbers. അപ്പോൾ ഈ മൂന്ന് മെത്തേഡും having the same name as sum, but each method അല്ലേ, ഓരോ മെത്തേഡിനും ഓരോ വർക്കാണ്, അല്ല ഓരോ മെത്തേഡിനും ഓരോ ജോബാണ് അല്ലേ. ആദ്യത്തെ സമ്മിന് ടു ഫൈൻഡ് ദ സം ഓഫ് ടു ഇൻഡിജർ നമ്പേഴ്സ്, രണ്ടാമത്തെ സമ്മിന് ടു ഫൈൻഡ് ദ സം ഓഫ് ത്രീ ഇൻഡിജർ നമ്പേഴ്സ്, തേർഡ് മെത്തേഡ് സം ഈസ് ടു ഫൈൻഡ് ദ സം ഓഫ് ടു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. അപ്പം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇവിടെ സം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ സം എന്ന് പറഞ്ഞ മെത്തേഡ് ഈസ് ഓവർലോഡഡ്. കാരണം അയാൾക്ക് 3 ജോലികൾ ചെയ്യണം അല്ലേ. സോ ദിസ് ഇസ് മെത്തേഡ് ഓവർലോഡിങ്. ഇവിടെ ഏത് മെത്തേഡാണ് ഓവർലോഡഡ് ആയിരിക്കുന്നത്? സം. ഹിയർ ദ സം ഈസ് ദ മെത്തേഡ്. ഇവിടെ സം ആണ് ഇസ് ദ ഓവർലോഡഡ് മെത്തേഡ്. ഓക്കെ, ഇനി എങ്ങനെയായിരിക്കും റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഈ മെത്തേഡാണോ, ഫസ്റ്റ് മെത്തേഡാണോ, സെക്കൻഡ് മെത്തേഡാണോ, തേർഡ് മെത്തേഡാണോ? ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ദ ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ നോക്കിക്കേ, നമ്പർ ഓഫ് ദ ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ 2 ആർഗ്യുമെൻറ്റ്സേ ഉള്ളൂ, ഇവിടെ 3 ആർഗ്യുമെൻറ്റ്സ്. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അങ്ങനെയാണ്. ഇതാണെങ്കിലോ ഇവിടെ 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഇവിടെയും 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. നമ്പർ മാത്രം നോക്കിയാൽ മതിയാകുമോ? ഇല്ല. ദ ടൈപ്പ് ഓഫ് ദ ആർഗ്യുമെൻറ്റ്സ്. We need to check the number of the arguments. If the number of the arguments are same, we need to check the type of the argument. ഇവിടെ ടൈപ്പ് ഇവിടെ ഇൻറ്റിജർ ആണെങ്കിൽ ഇവിടെ ഫ്ലോട്ട് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സം ഓഫ് 2.5, 3.5 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ടു ദിസ് സം മെത്തേഡ്. ഓക്കെ, ഇപ്പം സം ഓഫ് 2, 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിലായിരിക്കും പോകുന്നത്, ഇൻവോക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ഐഡിയ തന്നെയാണ് എന്താണ് മെത്തേഡ് ഓവർലോഡിങ് എന്നുള്ളത്. ഓക്കെ, so what is method overloading? It is possible to define 2 or more methods with the same name within the same class, but their parameter declarations should be different. Parameter declaration should be different means
it should differ by number of arguments or the type of arguments. Okay, and this is called method overloading. This is a form of polymorphism. Ini overloaded methods might differ in the type and or number of their parameters. When an overloaded method is invoked, Java uses the type of the and or number of arguments to determine which version of the overloaded method to actually call. ഏത് method ആണ് invoke ചെയ്യേണ്ടതെന്ന് which depends on the number or the type of the arguments. Okay, അപ്പോൾ അതിൻ്റെ ഒരു illustration ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Write a Java program to find the sum of multiple numbers using method overloading. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ there are two classes. Overloading എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്, then main എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. ഇവിടെ ഈ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് നമുക്കറിയാം ഒരു ക്ലാസ്സിൻ്റെ അകത്ത് കൺസിസ്റ്റിംഗ് ഓഫ് ദ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ്. ഇവിടെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഉണ്ടോ? ഇല്ല. മെത്തേഡ്സ് ഉണ്ട്. ഹൗ മെനി എത്ര മെത്തേഡ്സ് ഉണ്ട്? 1, the first method, the second method, this is third method. And these methods have the same method name. അല്ലേ? add. അപ്പോൾ നിന്ന് നമുക്ക് മനസ്സിലാവും this is an example of method overloading. Okay, അപ്പം ഇവിടെ ആദ്യത്തെ മെത്തേഡ് ആഡിന് holding two number of arguments. Here the second method is holding 3 arguments and the third method is holding 4 arguments. So we can differentiate by looking the number of arguments in there. We can identify, or we can invoke the method by looking the number of arguments. കാരണം ഓരോ മെത്തേഡിനും it differ by the number of argument, different length, right? Length of the arguments. സോ നമുക്ക് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, അതിൻ്റെ ടൈപ്പ് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ടൈപ്പ് നോക്കേണ്ട ആവശ്യമില്ല. സോ അപ്പോൾ നമുക്കത് മനസ്സിലായി 3 മെത്തേഡ്സാണ് മെത്തേഡ് ഓവർലോഡിംഗ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ മെത്തേഡിനെ, അതായത് മെയിൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് ഓവർലോഡിങ്ങിൻ്റെ അകത്തുള്ള മെത്തേഡ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ക്രിയേറ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് വിച്ച് ക്ലാസ്? യെസ്, ഓവർലോഡിംഗ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ അതാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ സിൻടാക്സ് ഫോർ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ്? യെസ്, ക്ലാസ് നെയിം ദെൻ ഒബ്ജക്റ്റ് നെയിം ഇസ് ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം. ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ആക്സസ് ചെയ്യാണ്. ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ വെറുതെ ബാക്കി ലാംഗ്വേജിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ കൊടുത്താൽ മതിയോ? ഇതല്ലേ നമുക്കറിയാം ഫങ്ഷൻ കോളെന്ന്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജാവയിൽ വർക്ക് ചെയ്യുമോ? ഇല്ല. we need to use the object. we need to use the syntax object name dot method name. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് നെയിം എന്താണ്? obj. so obj dot method name. ഇനി മെത്തേഡ് നമുക്കറിയാം, മെത്തേഡിനകത്ത് ആർഗ്യുമെൻറ്റ്സ് കൂടെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാൻ അവിടെ ഹൗ മെനി ആർഗ്യുമെൻറ്റ്സ് ആർ ദർ? 2 ആർഗ്യുമെൻറ്റ്സ്. രണ്ടും എന്താണ്? ഇൻഡിജർ വേരിയബിൾസ്. സോ ഇൻഡിജർ നമ്പേഴ്സ് ഞാൻ പാസ് ചെയ്ത് കൊടുത്തു. സോ obj ഡോട്ട് ആഡ് 1020. 1020 എന്ന് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇത്? നേരെ എവിടെയാണ് പോകുന്നത്? ലുക്ക്, 1020 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഇവിടെ നോക്കിക്കേ 1020. അപ്പോൾ ഈ 10 എവിടെയാണ്? അപ്പോൾ നോക്കും obj എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കും. അപ്പോൾ മനസ്സിലാക്കും ഓവർലോഡിങ്ങിൻ്റെ ഒബ്ജക്റ്റാണ്. അപ്പോൾ നേരെ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ആ ക്ലാസ്സിൽ പോകും. ഇനി എന്താണ്? ആ ക്ലാസ്സിൽ പോയിട്ട് ആഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ആഡ് എന്ന് പറഞ്ഞ 3 മെത്തേഡ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് നോക്കും. ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി അതിൻ്റെ അകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് നോക്കും. എത്രയാണ്? 2 ടൈപ്സ്, 2 ആർഗ്യുമെൻറ്റേ ഉള്ളൂ. ആൻഡ് ബോത്ത് ആർ ഇൻഡിജേഴ്സ്. സോ ഫസ്റ്റ് എവിടെ പോകും? ഫസ്റ്റ് ഈ ഒരു ഇതിൽ പോകും. കാരണം ഫസ്റ്റ് പോകുമ്പോഴത്തേ 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതിനുശേഷം രണ്ടാമത്തെ മെത്തേഡിൽ പോകുമ്പോഴത്തേ 3 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ജസ്റ്റ് തേർഡ് ആർഗ്യുമെൻറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് വാല്യൂ ഇല്ല. സോ ഫസ്റ്റ് മെത്തേഡിലോട്ട് പോകും. അതിൽ 10 എവിടെ പോകും? യെസ്, നം 1 പോകും. 20 എവിടെ പോകും? യെസ്, നം 2 പോകും. സോ നം 1 എന്ന് പറഞ്ഞാൽ 10, നം 2 എന്ന് പറഞ്ഞാൽ 20. സോ വാട്ട് വിൽ ബി returned here? 10 plus 20 30 എന്ന് റിട്ടേൺ ചെയ്യും.
അതാണ് ഫസ്റ്റ് വരുന്നത്. സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞ് 30 വരും. ഇനി രണ്ടാമത് obj.add 10, 20, 30. അപ്പോൾ നേരെ എവിടെ പോകും? യെസ്, ഇതേപോലെ തന്നെ നേരെ എവിടെ പോകും? സെക്കൻഡ് ഇതിലോട്ട്. എന്നിട്ട് ദ ഫസ്റ്റ് നമ്പർ is receiving first num1 is receiving 10. Okay, num1 is receiving 10, num2 is receiving 20, and num3 is receiving 30. അപ്പോൾ എന്ത് റിട്ടേൺ ചെയ്യും? 10 + 20 30, 30 + 30 60. അതാണ് സെക്കൻഡ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി തേർഡ് ഇതേപോലെ തന്നെ തേർഡ് എന്ന് പറയുമ്പം ഹോൾഡിംഗ് 3 ആർഗ്യുമെൻറ്റ്സ്, റൈറ്റ്? സോ 3 വാല്യൂസ് ഇവിടെ കൊടുക്കും. അപ്പോൾ അതിൽ 1 num1 will be getting 1, and num2 2, then num3 3, num4 4. So 1 + 2 3, 3 + 3 6 + 4 10 ആണ് ഇവിടെ സം ഓഫ് 4 നമ്പേഴ്സ് എന്ന് പറഞ്ഞ് 10 എന്ന് പറഞ്ഞ് റിസീവ് ചെയ്യുന്നത്, പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മെത്തേഡിനെ ഓവർലോഡ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മെത്തേഡിന് ഒന്നിൽ കൂടുതൽ ഫോംസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിന് ഒന്നിലധികം വർക്ക് കൊടുക്കുക. 2 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുന്നു, 3 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനും, 4 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള വർക്ക് ആർക്ക് കൊടുത്തു? ഒരു മെത്തേഡിന്. സോ ദാറ്റ് മെത്തേഡ് ഈസ് സെഡ് ടു ബി ഓവർലോഡഡ്. സോ ദിസ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് മെത്തേഡ് ഓവർലോഡിംഗ്. ഇങ്ങനെയാണ് മെത്തേഡ് ഓവർലോഡിംഗ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.